ഇത് നമ്മുടെ മൈലക്കാട സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിട്ട് ഫിനിഷ് ചെയ്ത സ്ഥലമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വണ്ടി കണ്ട പോയപ്പോൾ ഇത് ഇടിഞ്ഞ് താന്നു. അപ്പോൾ ഇതാണ് ഇവരെ റോഡിൻ്റെ നിലവാരം, ക്വാളിറ്റി ഇതാണ്. ഇതും കൂടി നമ്മൾ അധികാരികളെ ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധപ്പെടുത്താനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വിമർശനമേ വരുത്തുള്ളൂ. അത് 100% ഉറപ്പിക്കുന്നു. 10 രൂപ 20 രൂപയുടെ ഡീസൽ ലാഭിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രാക്കിൽ തന്നെ തിരിച്ചിങ്ങോട്ടും വണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ അപകടം ആയിരിക്കാം. ഞാൻ ഉറപ്പിച്ചും പറയുന്നില്ല. ഈ ഒരു അപകടത്തെ പറ്റി എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ വരി ഞാൻ പോവാറുണ്ട്. ഞാനൊരു ഡെലിവറി പാർട്ട്ണറും കൂടി. അതുകൊണ്ട് ഈ ഒരു റൂട്ടിലൂടെ ഞാൻ ഒരു 10 തവണയെങ്കിലും പോകും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഇവിടെയാണെങ്കിൽ വെട്ടവും വെളിച്ചവും പോലും ഇല്ലാത്ത സ്ഥലം. അപ്പോൾ അവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഞങ്ങൾ അടുത്തെത്താൻ വരെ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. ആൾക്കാർക്ക് കറങ്ങിപ്പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഇതിലേപ്പടി തന്നെ അങ്ങോട്ട് പോകുന്ന ട്രാക്കിൽ തന്നെ തിരിച്ചു വേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും പല ഭാഗത്തും ഇപ്പം 2 വേ വരുമെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ റോഡ് പണി നടക്കുവാണ്. എങ്ങും പണി പൂർത്തിയായിട്ടില്ല. ഈ റോഡിൽ കൂടി തന്നെയാണ് എല്ലാ വണ്ടികളും പോണത്. അതുകൊണ്ട് 10 രൂപയുടെ പെട്രോൾ ലാഭിക്കാൻ വേണ്ടി 20 രൂപയുടെ ഡീസൽ ലാഭിക്കാൻ വേണ്ടി വലിയ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തല്ലോ എന്നുള്ള ഒറ്റ റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തൂടെ പോയി യൂട്ടേൺ എടുത്ത് പോകാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് അടിക്കാനും ഫോളോ ചെയ്യാനും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ ബൈ ബൈ.